ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച എവിക്റ്റ് ആയ റസ്മിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് വേറൊന്നുമല്ല, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില് കഴിഞ്ഞ ദിവസം റസ്മിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ആ ഇന്റർവ്യൂവിൽ റസ്മിൻ കുറെ അധികം കാര്യങ്ങൾ പറയാണ്. അതായത് ബിഗ് ബോസ് ഹൗസിനെ കുറിച്ചും അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെ വളരെ കുറച്ച് ആധികാരികമായിട്ടൊക്കെ പറയുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ജിൻഡോയാണ്. അതായത് റസ്മിൻ എവിക്റ്റായി പുറത്ത് വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത് ഈ പുറത്ത് എത്രത്തോളം ജിൻഡോയ്ക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ട്, ജിൻഡോ ഫാൻ ഉണ്ട്, അല്ലെങ്കിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തുണ്ടെന്നുള്ളത് റസ്മിൻ പുറത്ത് വന്നതിന് ശേഷമാണ് മനസ്സിലാവുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ കുറച്ച് കണ്ണിക്കടി തോന്നിയിട്ടുണ്ട്, കുറച്ചല്ല നല്ല രീതിയിൽ കണ്ണിക്കടി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസ്മിൻ പുറത്തായി ഒരു 2 ദിവസത്തിന് ശേഷം ഒരു ചാനൽ ഇന്റർവ്യൂ പോയിരുന്നിട്ടും ഈ നമ്മുടെ ജിൻഡോയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അന്നും മിക്ക യൂട്യൂബേഴ്സും അതെടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനും അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അത് ക്ഷമിച്ചു. പക്ഷെ വീണ്ടും ഇപ്പൊ ഈ അടുത്ത ദിവസം തന്നെ ഒരു ചാനലിൽ പോയിട്ട് ഇതേ രീതിയിൽ നമ്മുടെ ജിൻഡോയെ വളരെ മോശമായിട്ടാണ് റസ്മിൻ പറയുന്നത്. അതായത് റസ്മിൻ പറയുന്നത് ഈ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ എന്ത് യോഗ്യതയാണുള്ളത്, ജിൻഡോയെ ഇത്ര ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്, പുള്ളിയുടെ യഥാർത്ഥ സ്വഭാവം ആർക്കും അറിയില്ല. ഞങ്ങൾ അവിടെ അത്രയും ദിവസം നിന്നപ്പോൾ ഞങ്ങൾക്കറിയാം ജിൻഡോയുടെ സ്വഭാവം എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത്രയും പ്രേക്ഷകർ എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇത് PR വർക്കേഴ്സിന്റെ പണിയാണ്. അതായത് ഈ ജിൻഡോയ്ക്ക് ഇത്രത്തോളം ഹൈപ്പ് കൊടുത്ത് ജിൻഡോയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ PR വർക്കേഴ്സിന്റെ പണിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ മോശമായിട്ടാണ് ജിൻഡോയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രേക്ഷകരുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അതായത് ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പൊ ഇത്ര 90 ദിവസത്തോളം ആകുന്നു, അതുവരെ അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിന്റെയും സ്വഭാവവും എല്ലാം നമ്മൾ അവിടെയുള്ള പ്രവൃത്തികളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിൽ നമുക്ക് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ആ ബിഗ് ബോസ് ഹൗസിലുള്ള ഓരോ പ്രവൃത്തിയും ഓരോ പെരുമാറ്റവും എല്ലാം കണ്ടിട്ട് തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ പുള്ളിയെ ഇഷ്ടപ്പെടുന്നതും പുള്ളിക്ക് വോട്ട് ചെയ്യുന്നതും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നതും. അത് ഒരു PR വർക്കേഴ്സിന്റെ പരിപാടിയല്ല. പാവപ്പെട്ട, അതായത് ഒരു സാധാരണക്കാരനായ ഒരാളായിട്ടാണ് പുള്ളി അവിടെ നിൽക്കുന്നത്. പുള്ളി അഭിനയിക്കാൻ അറിയില്ല, പുള്ളിക്ക് എന്താ പറയാ മറ്റുള്ളവരെ പോലെ കുറെ ഗെയിം സ്ട്രാറ്റജി അതൊന്നും എടുക്കാൻ പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത്. ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിക്ക് നേരെ. ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട് അവിടെയുള്ള കരിഞ്ഞ മത്സ്യകന്യകൻ. അങ്ങനെ ഒരുപാട് മോശപ്പെട്ട രീതിയിൽ പുള്ളിയെ എല്ലാവരും അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്നിട്ടും പുള്ളി തളരാതെ പുള്ളിയായിട്ട് അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ കഴിവ് തന്നെയാണ്. ആ കഴിവിനെയാണ് ഈ ജനങ്ങള് സപ്പോർട്ട് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ പുറത്തുള്ള ജനങ്ങളിലെ പകുതി മുക്കാലും ആൾക്കാരെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനിപ്പോ റസ്മിനല്ല, ആര് വന്ന് പുറത്തു വന്ന് പുള്ളിയെ നെഗറ്റീവ് ആക്കാൻ നോക്കിയാലും ജനങ്ങളുടെ അടുത്തൊന്നും അത് വിലപ്പോകില്ല. കാരണം ജനങ്ങള് പുള്ളിയുടെ ജിൻഡോയുടെ അവിടെയുള്ള പ്രവൃത്തികളും എല്ലാം കണ്ടിട്ട് തന്നെയാണ് ജിൻഡോയെ ഇഷ്ടപ്പെടുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം. അന്ന് റസ്മിൻ വന്നിരുന്നിട്ട് അയ്യോ അയാൾ കൊള്ളത്തില്ല, അയാളുടെ സ്വഭാവം കൊള്ളത്തില്ല, അയാള് കള്ളനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വലിയ ചാനലിൽ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുത്ത് ജിൻഡോയെ മോശക്കാരനാക്കാൻ നോക്കിയാലും അത് നടക്കത്തില്ല. കാരണം അത് സാധാരണ ജനക്കാർ അത് വിശ്വസിക്കത്തില്ല. കാരണം ഈ റസ്മിനെ ആൾക്കാർ പറയുന്നത് നിക്കർ റാണി എന്ന്. കാരണം അവിടെ നമ്മൾ ഇത്രയും ദിവസം ഈ റസ്മിൻ നിന്ന് കണ്ടിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ ഒരു പെൺകുട്ടിയുടേതായ എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ച് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്കിൽ പോലും ഇതൊരു പബ്ലിക് ഷോയാണ്. അതില് ഇപ്പൊ ഒരു ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡിലെങ്കിലും ഒരു പെണ്ണിൻ്റെതായ ഒരു ഡ്രസ്സ് ധരിച്ച് നമ്മൾ ആരെങ്കിലും റസ്മിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ഫാമിലി ടാസ്കിൽ റസ്മിന്റെ ഉമ്മ തന്നെ അകത്ത് വന്നപ്പോൾ പറയുന്നു, നീ ഒരു നല്ല ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറയുന്നു. അതുപോലും വകവയ്ക്കാതെ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിക്കറും ഇട്ടുകൊണ്ട് നടക്കുന്നു. എന്നിട്ട് എന്താ പറയാ, പെണ്ണിൻ്റെതായിട്ടുള്ള ഒരു ഇതുമില്ല, പേരും കുറച്ച് രൂപം മാത്രമേ പെണ്ണിന്റെ ഉള്ളൂ, ബാക്കി ഫുള്ള് ഒരു ആണിന്റെ പോലത്തെ പ്രവൃത്തിയാണ് റസ്മിൻ അവിടെ ചെയ്തത്. അതിനൊരു ഉദാഹരണമല്ലേ ശ്രീധുവിന്റെ അടുത്ത് ഇഷ്ടം തോന്നുന്നു, ശ്രീധുവിന്റെ അടുത്ത് ക്രഷ് തോന്നുന്നു, ഐ ലവ് യു ശ്രീധു എന്ന് പറയുന്നു. അതൊക്കെ ഇത്ര ചീപ്പാണ്. ഈ റസ്മിന്റെ കയ്യിലിരിപ്പോണ്ടാണല്ലോ റസ്മിൻ പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോരേണ്ടി വന്നത്. അപ്പോൾ പുറത്ത് വന്നപ്പോൾ അയ്യോ ജിൻഡോയ്ക്ക് ഇത്രയും സപ്പോർട്ടേഴ്സ് പുറത്തുണ്ട്, അല്ലെങ്കിൽ ജിൻഡോയെ ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ കണ്ണിക്കടി തോന്നി. അതാണ് ഇപ്പോൾ ഓരോ ചാനലിലും പോയിരുന്നിട്ട് ജിൻഡോയെ മോശക്കാരനാക്കാൻ നോക്കുന്നത്. ഈ റസ്മിൻ എവിടെ പോയിരുന്നു, ഇനി റസ്മിനെന്നല്ല അപ്സരയോ ആര് എവിടെ പോയിരുന്നു എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും
സാധാരണക്കാർ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും വോട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ജിൻഡോയ്ക്ക് മാത്രമായിരിക്കും. അപ്പോ നമ്മള് ഈ റസ്മിന്റെ ആ ഒരു ഇന്റർവ്യൂ മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോ അത് കാണണമെന്നുള്ളവര് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ താഴെ പോയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കമന്റ് ഇട്ട് കൊടുക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ പോയിരുന്നിട്ട് ചാനലിൽ പോയിരുന്നിട്ട് ജിൻഡോയെ കുറിച്ച് മോശം പറയുമ്പോൾ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന നമ്മൾ പ്രേക്ഷകര് അതങ്ങോട്ടും മിണ്ടാതെ കൈയും കെട്ടും നോക്കിയിരുന്നാൽ ശരിയാവത്തില്ലല്ലോ. അപ്പൊ നമ്മളെ കൊണ്ടാവുന്നത് ആ വീഡിയോയുടെ താഴെ പോയിട്ട് മാക്സിമം അതിന് നെഗറ്റീവ് കമന്റ് അങ്ങോട്ട് ഇടുക. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനിയിപ്പോ ഈ നിക്കർ റാണി എത്ര വലിയ യൂട്യൂബ് ചാനലിൽ പോയിരുന്ന അല്ലെ എത്ര വലിയ ചാനലിൽ പോയിരുന്ന ഇന്റർവ്യൂ കൊടുത്താലും ജിൻഡോയെ ജനങ്ങൾ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ജിൻഡോ തന്നെ ഈ ബിഗ് ബോസ് സീസൺ 6ന്റെ കപ്പുമായിട്ട് പുറത്ത് വരുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അതിനി അപ്സരയല്ല, റസ്മിനല്ല, നമ്മുടെ സായി അല്ല, ആര് ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. അപ്പൊ എന്തായാലും റസ്മിനോടാണ് എനിക്ക് ഈ ഒരു മറുപടി. അതായത് നിക്കർ റാണി ഇനി ഏതൊക്കെ വലിയ ചാനലിൽ പോയിരുന്നു, എത്ര വലിയ ഇന്റർവ്യൂ കൊടുത്താലും ജിൻഡോയ്ക്ക് മാത്രമായിരിക്കും നമ്മുടെ സപ്പോർട്ട്. അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്നും, ഈ റസ്മിന്റെ ഈ ഒരു ഈ ചാനലിൽ പോയിരുന്നിട്ട് ജിൻഡോയെ മോശക്കാരനാക്കി സംസാരിച്ചതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.